ഹലോ ഫ്രണ്ട്സ്, ഐ എം ടെക്നീഷ്യൻ ഇൻഫോർമേറ്റീവ് ചാനലിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരു വാഹനത്തിൻ്റെ ടയർ പ്രഷർ വാർണിംഗ് ലാമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് റിയർ വീലുകളിൽ ടയർ പ്രഷർ സെൻസറുകളുണ്ട്. ആ ടയർ പ്രഷർ സെൻസറുകൾ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്ററിൽ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാർണിംഗ് നമുക്ക് അതിൻ്റെ ഡ്രൈവറിന് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ടയർ പ്രഷർ ലോ, നീഡ് ടു ചെക്ക് എയർ, ഫ്രണ്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ്, അങ്ങനെ നമ്മൾ പ്രത്യേകം മെസ്സേജ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലാമ്പ് ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്ററിൽ ഓൺ ആകുന്നതാണ്. ഇനി ആ സിസ്റ്റം എങ്ങനെ, ഇപ്പോൾ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യും, അതിലെന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സുകളാണുള്ളത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ 4 സെൻസറുകളാണുള്ളത്. ടയർ പ്രഷർ TPM സെൻസർ എന്ന് പറയും. ആ TPM സെൻസർ റേഡിയോ ഫ്രീക്വൻസി അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ RCDLR, റിമോട്ട് കൺട്രോൾ ഡോർ ലോക്ക് റിസീവർ എന്ന മൊഡ്യൂൾ, അല്ലെങ്കിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം മൊഡ്യൂൾ എന്ന പല വാഹനങ്ങളും പല മോഡലുകളാണ്. മുൻകാലങ്ങളിലുള്ള വാഹനങ്ങളിൽ ടയർ പ്രഷർ സെൻസറുകൾ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പീരിയോഡിക്കലി നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ ടയർ പ്രഷർ ചെക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉള്ള ലേറ്റസ്റ്റ് വാഹനങ്ങളിലെല്ലാം ടയർ പ്രഷർ സെൻസർ ടയറുകളിലുണ്ട്. അത് ട്യൂബ്ലെസ് ടയറുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ട്യൂബ്ഡ് ടയറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ അത് ട്യൂബ്ലെസ് ടയറുകളിലാണ് ടയർ പ്രഷർ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അതിൽ ഒന്നെങ്കിൽ നമ്മൾ DTC സെറ്റാവും, അല്ലെങ്കിൽ ടയർ പ്രഷർ ലോ എന്ന ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്ററിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ DTC പ്രകാരം നമുക്ക് ഡയഗ്നോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ടയർ പ്രഷർ കുറവ് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ വാഹനത്തിൽ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ടയർ ലീക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ ആണി കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ടയർ പ്രഷർ കുറയുന്നത്. അപ്പോൾ നമ്മൾ ടയർ പ്രഷർ ആദ്യം കറക്റ്റ് ചെയ്യുക. എന്നിട്ട് TPMS ലേൺ ചെയ്യുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് നമ്മൾ ടയർ പ്രഷർ ലേൺ ചെയ്യുക. അത് പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെൻസറാണ് വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിനാണ് കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു 3-4 ദിവസം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടയർ പ്രഷർ ഏതൊരു വീലിൻ്റെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനർത്ഥം അതിൻ്റെ ടയർ പ്രഷറിന് അല്ലെങ്കിൽ ടയർ വാൽവിന് എന്തെങ്കിലും ലീക്കുണ്ട്, അല്ല ടയറിൻ്റെ വാൾ പൊട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുമോ ഡ്രൈവ് ചെയ്യുമ്പോഴോ. ഇനിയിപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ TPMS ലൈറ്റ് അല്ലെങ്കിൽ ടയറിൻ്റെ വാർണിംഗ് ലാമ്പ് കത്താൻ മറ്റൊരു കാരണം, നമ്മൾ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ പീരിയോഡിക് മെയിൻ്റനൻസിൽ നമ്മൾ കൊടുക്കുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ TPM ലേണിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇടുകയാണെങ്കിൽ ടയർ അതിൻ്റെ യൂണിക്കോഡ് നമ്മൾ മുമ്പ് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിൽ നിന്ന് ടയറിനെ മാറ്റുകയായതുകൊണ്ട് നമ്മൾ റീപ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ റീലേണിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്തെങ്കിലും വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ ടയർ മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഴയ സെൻസർ അതേ ലൊക്കേഷനിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ടയർ ഊരി നമ്മൾ മാറ്റുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടയർ പ്രഷറിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ടയർ പ്രഷർ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതാണ്. ഇനി അതെങ്ങനെയാണ് ടയർ പ്രഷർ ലേണിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വാഹനത്തിൻ്റെ TPM ലൈറ്റ് ഓണാകുക, അല്ലെങ്കിൽ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടയർ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ TPM ലേൺ ചെയ്യണം. TPM സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ലേൺ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ 1-2 കണ്ടീഷൻ ഉണ്ട്. നമ്മൾ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ, അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാതെ ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്ററാണ്, അതായത് ഇൻഫോ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കാണാം. അതായത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ കാണാം. അപ്പം ഇതിൽ ഒന്ന് നമ്മൾ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ കീ ഓൺ ആയിരിക്കണം. പ്രസ് ബട്ടനാണ്, നമുക്ക് പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് അതേപോലെ കീ ഫോബ് ലേൺ ചെയ്യുമ്പോൾ വാഹനത്തിൽ പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ ആദ്യം ഇഗ്നിഷൻ കീ ഓൺ ആക്കുകയാണ്. പിന്നെ ഈ ടയർ പ്രഷർ മോണിറ്ററിംഗ് ടൂള്, അത് നമ്മൾ ലേൺ ചെയ്യാനുള്ള ടൂൾ അവൈലബിൾ ആയിരിക്കണം. പിന്നെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇഗ്നിഷൻ ഓൺ ആക്കാൻ പോവാണ്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ കീ ഓൺ ആക്കുക. കീ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈവറിലെ സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ ഇത് സെലക്ഷൻ ചെയ്യുക. കുറേ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടയർ പ്രഷറിലേക്ക് നമ്മൾ ടയർ പ്രഷറിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് പാനൽ പ്രഷറിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലേണിംഗ് ആക്റ്റീവ്. അപ്പോൾ
ടയർ ലേണിംഗ് ആക്റ്റീവ് കാണിക്കും. ഇതിപ്പോൾ TPM മോഡ് ലേണിംഗ് ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ടയർ പ്രഷർ ടൂളിൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. മാനുവലായിട്ട് ഇയർ സെലക്ട് ചെയ്യുക, മോഡൽ സെലക്ട് ചെയ്യുക. അപ്പം മാനുവൽ സെലക്ഷൻ നിങ്ങൾക്ക് കാണാം. ഏതാ മോഡലെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. എന്നിട്ട് ഇയർ സെലക്ട് ചെയ്യുക. 2019 സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിതിൽ കാണാം ലെഫ്റ്റ് ഫ്രണ്ട്, റൈറ്റ് റിയർ, ലെഫ്റ്റ് റിയർ എന്നൊക്കെ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ലേൺ ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഫ്രണ്ട് ആദ്യം, പിന്നെ റൈറ്റ് ഫ്രണ്ട്, റൈറ്റ് റിയർ, ലെഫ്റ്റ് റിയർ, അങ്ങനെ ആ രീതിയിലാണ് ലേൺ ചെയ്യേണ്ടത്. ടയർ പ്രഷർ ലേണിങ് അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഫ്രണ്ട് ആദ്യം ലേൺ ചെയ്യണം. ലേൺ ആയിട്ടുണ്ട്. റൈറ്റ് ഫ്രണ്ട്, റിയർ റൈറ്റ്, റിയർ ലെഫ്റ്റ്. ഇപ്പോൾ പാസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 2 ഹോൺ ചിപ്പ് കേൾക്കാം. ലേൺ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ടയർ പ്രഷർ ചെക്ക് ചെയ്തു, എന്നിട്ട് കീ ഓഫ് ആക്കുക. അപ്പോൾ ലേണിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഒരു വാഹനത്തിൻ്റെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്, എന്തൊക്കെ പാർട്സുകളാണുള്ളത്? ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ മെയിനായിട്ട് ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്റർ, ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതായത് ടയർ പ്രഷർ വാണിംഗ് അതായത് ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോ ഡിസ്പ്ലേയിൽ ഇൻസ്ട്രുമെൻറ്റ് പാനൽ ക്ലസ്റ്ററിൽ ഡ്രൈവറിന് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ടയർ പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ ടയർ പ്രഷർ ലോ എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കും, മെസ്സേജ് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ വാണിംഗ് ലാമ്പ് കത്തുന്നതാണ്. ഇനി അതേപോലെ 2 മൊഡ്യൂളുകളാണുള്ളത്, 2 കൺട്രോൾ യൂണിറ്റുകളാണുള്ളത്. ബോഡി കൺട്രോൾ മൊഡ്യൂൾ, അതേപോലെ RCDLR റിമോട്ട് കൺട്രോൾ ഡോർ ലോക്ക് റിസീവർ, അതേപോലെ റേഡിയോ ഫ്രീക്വൻസി അനുസരിച്ച് വർക്ക് ചെയ്യുന്ന 4 ടയർ സെൻസറുകളാണ്. ഈ ടയർ സെൻസറുകളുടെ ഫീഡ്ബാക്ക് പ്രകാരം ടയർ സെൻസറുകൾ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഇൻഫർമേഷൻ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുക. ഈ കൺട്രോൾ യൂണിറ്റാണ് ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ അതിൻ്റെ വാണിംഗ് ലാമ്പ്, ടയർ പ്രഷർ ലോ എന്ന് പറയുന്ന വാണിംഗ് ലാമ്പ് അതിന് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത് ഇൻഫോ ഡിസ്പ്ലേക്ക്. അപ്പോൾ നമുക്ക് ഡ്രൈവറിന് മനസ്സിലാവും ഇതിൽ ടയറിന് എന്തോ പ്രശ്നം, ടയറിൽ ഒന്നെങ്കിൽ ലീക്കായിട്ട് ടയർ ക്രാക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച്, അത് ഏതോ ടയറിന് പ്രശ്നമുണ്ട്, ടയർ പ്രഷർ കുറവാണെന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക ചെയ്യേണ്ടതാണ്. ഇനി മെയിനായിട്ട് TPM ലൈറ്റ് ഓൺ ആകാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്റം ലേൺ ആകാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആകാതിരിക്കുകയോ, എന്തെങ്കിലും കൺസേൺ, ഇടയ്ക്കിടയ്ക്ക് ടയർ പ്രഷർ കറക്റ്റ് കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് ഡിവൈസ് എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ റേഡിയോ ഇൻ്റർഫറൻസ് മൂലം ഈ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ഡിവൈസസ്, അതായത് റേഡിയോ, ആഫ്റ്റർ മാർക്കറ്റ് റേഡിയോ, DVD പ്ലെയർ, അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഫിക്സ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ അലോയ് വീലുകൾ, നമ്മുടെ ടയർ പ്ലാക്കാർഡ് പ്രകാരമുള്ള അലോയ് വീലുകൾ, അലോയ് വീൽ മാറുകയാണെങ്കിലും മാനുഫാക്ചർ പറയുന്ന അതേ സ്പെസിഫിക്കേഷനുള്ള ടയറും വീൽ റിം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആഫ്റ്റർ മാർക്കറ്റ് വീൽ റിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീൽ റിമിൻ്റെ ടയറിൻ്റെ സെൻസർ വരുന്ന ഹോൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അത് ടയർ പ്രഷർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രോഗ്രാമിംഗ് ആയാലും ലേൺ ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എവറി 5000 അല്ലെങ്കിൽ എവറി മന്ത്ലി എങ്കിലും നമ്മൾ ടയർ പ്രഷർ കറക്റ്റായിട്ട് ടയർ പ്ലാക്കാർഡ് പ്രകാരമുള്ള ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കോൾഡ് കണ്ടീഷനിലും ഹോട്ട് കണ്ടീഷനിലും ടയർ പ്രഷർ എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ ടയറിൻ്റെ കറക്റ്റായിട്ടുള്ള അൺഈവൻ വിയറിന് ഈ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ കാരണമാകും. അതുപോലെ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ എഡ്ജസ് വേൺ ഔട്ടാവും. അതേപോലെ സെൻറ്റർ, ഇപ്പം ടയർ പ്രഷർ കൂടിയിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ സെൻറ്റർ വേൺ ഔട്ടാകാൻ സാധ്യതയുണ്ട്.
പിന്നെ ടയർ പ്രഷർ, ടയർ പ്ലാക്കാർഡ് പ്രകാരമുള്ള ടയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ടയർ മെയിൻ്റനൻസിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. TPM മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.